അപ്പോൾ ഈ സ്പെഷ്യൽ വർക്കിനായിട്ട് നമ്മളെ Grandvitara വന്നിട്ടുണ്ട്. സെക്കൻഡ് വേരിയന്റ് ആണ്, ഡെൽറ്റ വേരിയന്റ് ആണ്. ഓൾറെഡി ഇൻഫർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വന്നാട്ടോ. ഇത് വന്നേരത് തൃശ്ശൂർ ആണ് ചേട്ടാ. ഇത് പേര് പറഞ്ഞേ? ആണല്ലേ, വീഡിയോസ് കാണാറുണ്ടല്ലേ? കാണാറുണ്ടല്ലേ? എവിടെ? തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് കോടന്നൂര് ചക്കിറോഡ് എന്ന് പറയും. ആണല്ലേ? വണ്ടി അപ്പൊ എന്നാ കിട്ടിയത്? വണ്ടി കിട്ടിയിട്ട് ഒരു 6 മാസമായി. അതിന്റെ ഇടയിൽ സ്റ്റാർട്ടിങ് ഇങ്ങനെ വരണമെന്നുണ്ടായിരുന്നു. ചെറിയൊരു ബഡ്ജറ്റും കാര്യങ്ങളും ചെയ്യുമ്പോ നല്ല രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ടാണ് ആള് പറഞ്ഞോട്ടോ. എല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെ എടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിൽ ചെയ്യണ ആ ഒരു ബിൽഡ് കാര്യങ്ങളൊക്കെ എന്തായിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സോണിയുടെ 4 ചാനൽ ആംബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് സ്പീക്കേഴ്സ്, ഇതിന്റെ കമ്പനി വന്ന സ്പീക്കേഴ്സ് മാറ്റിയിട്ട് നമ്മൾ ഓസൈലിന്റെ ഒരു പ്രീമിയം സ്പീക്കേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ESB ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു കിട്ടിക്കാച്ചി ഒരു സ്പീക്കേഴ്സ് തന്നെയാണ്. ക്ലാരിറ്റി എന്തായിട്ടും വേറെ ലെവലാണ്. നിങ്ങൾക്ക് എന്തായിട്ടും നെക്സ്റ്റ് റീലിലാണ് നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ ചെയ്യുന്ന ഐറ്റംസും എങ്ങനെയൊക്കെയാണ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ അതേ സോണിയുടെ 4 ചാനൽ ആംബും അതേപോലെ തന്നെ നമ്മുടെ പൈനിയറിന്റെ 1300 വാട്ട് വരുന്ന ഒരു എൻക്ലോസർ സബ്ബാണ് ആഡ് ചെയ്യണത്. അപ്പൊ സോണിയുടെ ആ ഒരു ആംബ് എന്ന് പറയുന്നത് ഫ്രണ്ട് സ്പീക്കേഴ്സ് നമ്മൾ ബൂസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ഒരു സബ്ബും നമ്മൾ ഇതിൽ കണക്ട് ചെയ്യും. അപ്പൊ അത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വയറിംഗ് കിറ്റ് നമ്മൾ നോർമലായിട്ട് ഒരുപാട് വീഡിയോ ഞാൻ കാണിച്ചു തന്നെയാണ് കേട്ടോ. സ്കോഷിന്റെ ഒരു ആംബാണ് ആംബ് കിറ്റ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ ഏകദേശം 2900 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്തേണ്ട ഒരു ഉപയോഗം ചെയ്യാൻ നമുക്ക് പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ. ഇത് കുറഞ്ഞ ആംബ് കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 600 തുടങ്ങി ആംബ് കിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ലത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കിടക്കുകയും ചെയ്യും, അതിന്റെ പെർഫോമൻസും വേറെ ലെവൽ തന്നെയായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഡാമ്പിംഗ് ഷീറ്റിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും ഒരു പ്രീമിയം സ്പീക്കേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും നല്ലൊരു ഡാമ്പിംഗ് ഷീറ്റ് നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇതിൽ ചെയ്യണത് നമ്മളെ ഈ ഒരു സ്പീക്കേഴ്സിന്റെ സെയിം കമ്പനി തന്നെയാണ്. ഇതിപ്പോ നമ്മളെ മാർക്കറ്റ് ആക്സറീസ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ഏറ്റവും നല്ല ഡാമ്പിംഗ് ഷീറ്റ് തന്നെ പറയാം. റേറ്റ് കൂടുതലാണ്, അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ആംബ് കണക്ട് ചെയ്യാനുള്ള കണക്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നല്ലൊരു കൺവേർട്ടർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതും നമ്മളെ ആ ഒരു വയറിംഗ് കിറ്റിന്റെ സെയിം വരുന്ന ഒരു സ്കോഷ് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ എന്തായിട്ടും സെറ്റ് ആയിരിക്കും കേട്ടോ. കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ഹമ്പിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസിലുള്ള നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്തിരി റേറ്റ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ബിൽഡൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഈ സ്കോഷിന്റെ ആ ഒരു കൺവേർട്ടർ കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ സ്പീക്കേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങളെ തുറന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ Ousailന്റെ ഒരു പ്രീമിയം സ്പീക്കേഴ്സ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രീമിയം സെഗ്മെന്റിലുള്ള സ്പീക്കേഴ്സിൽ ഏറ്റവും റേറ്റ് കുറവുള്ള ഒരു സ്പീക്കേഴ്സ് എന്ന് പറയാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഏകദേശം ഒരു 20,000 റേഞ്ചിൽ 25,000 റേഞ്ച് വരുന്ന സ്പീക്കേഴ്സിന്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പീക്കേഴ്സിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ESB ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റിൽ അത്യാവശ്യം കുറവുണ്ട്. കാരണം വെച്ചാൽ ESB ഓഡിയോ നല്ല സീരീസ് ഒക്കെ 14 തൊട്ട് ഫേസ് സീരീസ് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ഒരു സീരീസ് നോക്കുമ്പോൾ ഒരു 11 രൂപ, ഒരു 10,500 റേഞ്ചിലൊക്കെയാണ് നമ്മൾ ഷോപ്പിൽ ഇത് ഫിറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫിറ്റ്മെന്റ് ചെയ്യുമ്പോഴും കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നിങ്ങൾ കാണിക്കാം കേട്ടോ. സ്പീക്കേഴ്സ് എത്ര വലിയ സ്പീക്കേഴ്സ് ആയാലും നമ്മൾ അത് ചെയ്യേണ്ട രീതി ചെയ്താലാണ് അതിനുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ ഫിറ്റ്മെന്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഏകദേശം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഡാമ്പിംഗ് ഷീറ്റും അതേപോലെ തന്നെ നമ്മളെ സബിന്റെ വയറിംഗ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ആംബ് ഫിറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം. ഈ ഒരു ഡ്രൈവർ സൈഡിന്റെ ആ ഒരു അടിയിലായിട്ടാണ് കേട്ടോ നമ്മൾ ആംബ് ഫിറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു വണ്ടിയിലേക്ക് വലിച്ച വയറിംഗ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്നുപോലും നമ്മൾ നോർമലായിട്ട് എന്താ പറയാ വയറ് കാണിച്ചിട്ടൊന്നുമില്ല. വയറ് കാണിച്ചിട്ടൊന്നുമല്ല, കറക്റ്റായിട്ട് സേവ് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ വയറിംഗ് ഇവിടെ എത്തിച്ചത്. അപ്പൊ ഇതിൽ എന്തൊക്കെ കണക്ഷൻ വന്നു വെച്ചാൽ നമ്മളെ ബാറ്ററി എന്നുള്ള മെയിൻ വയർ ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ ഇഗ്നീഷൻ ഓൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്പീക്കേഴ്സിൽ നിന്ന് ഔട്ട് വരുന്നുണ്ട്. നമ്മളെ ആ ഒരു സ്റ്റീരിയോ എന്ന് വരുന്ന ഔട്ട്പുട്ട് എടുക്കാനായിട്ടുള്ള നമ്മളെ നേരത്തെ കാണിച്ചില്ല ആ സ്കോഷിന്റെ ആ ഒരു കൺവെർട്ടറിലേക്ക് കൊടുക്കാനുള്ള ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് വരെ അതൊക്കെ നമ്മളെ വയറിംഗ് കിറ്റിൽ വരുന്ന സംഭവമല്ല, നമ്മൾ ഫീൽഡെക്സിന്റെ ഒറിജിനൽ കേബിൾസ് ഇട്ടിട്ടാണ് അത് നമ്മൾ എടുത്തത്. മറ്റേ സ്കോഷിന്റെ വയറിംഗ് കിറ്റാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണ്ട. ഈ റെഡ് വരുന്ന ആ ഒരു വയറാണ് സ്കോഷിന്റെ വയറിംഗ് കിറ്റ്. അപ്പൊ നോർമൽ വയറിംഗ് കിറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു 2 മാസം ആകുമ്പോഴേക്കും അതിന്റെ ഉള്ളിലെ ആ ഒരു കേബിൾ കാര്യങ്ങളൊക്കെ കോപ്പറെ കട്ടായിട്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റിയും അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ സൗണ്ടേ ഇല്ലാത്ത രീതിയിൽ തന്നെ വരും. പക്ഷെ ഇതൊക്കെ എത്ര കാലം വേണം നിൽക്കൂട്ടോ. അതുകൊണ്ടാണ് നല്ല ബിൽഡ് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിടന്നോളും. കാരണം നമുക്ക് ആ ഒരു സൈഡിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് പോകാൻ വേണമെന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വലിച്ച വയറിംഗ് ആണ്, ഒന്നുപോലും പുറത്തേക്ക് കാണൂല. അത്രയ്ക്കും വൃത്തിയിലും കുറച്ച് ടൈം പോയാലും നല്ലൊരു ബിൽഡ് നമ്മൾ എന്തായിട്ടും ചെയ്തെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാവിലെ ഒന്നും തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഡാമ്പിങ്ങും അതേപോലെ തന്നെ
വയറിംഗ് ഒക്കെ ഇപ്പൊ കഴിയാറായിട്ടുള്ളൂ. ഡാമ്പിങ്ങിന് ഇപ്പൊ അതേ ഇവിടെ ഡബിൾ ലെയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിലും ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ ചെയ്തത്. എന്നാൽ തന്നെയാണ് വൈബ്രേഷനും ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടില്ലേ കമ്പനി വന്ന സ്പീക്കേഴ്സ് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഉണ്ടായിരുന്ന സ്പീക്കേഴ്സ് തന്നെയാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 4 ചാനൽ ആംബിയന്ന് ഇനി ഭാവിയിൽ കേട്ടോ, ഇപ്പൊ ഏകദേശം ഒരു 60,000 റേഞ്ചിലുള്ള വർക്കാണ് ഇപ്പൊ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതല്ലാണ്ട് തന്നെ ഈ ഒരു 4 ചാനൽ ആകുമ്പോൾ നമ്മള് ഫ്രണ്ട് ഡോറിലും 2 ഡോറിലും ബാക്ക് 2 ഡോറിലും സ്പീക്കേഴ്സ് ഇപ്പൊ ഒരു ഈ ഓസിലിന്റെ ഈസ്പിയുടെ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ട് 4 ഡോറിലേക്ക് നമ്മൾ ആംബ് ബൂസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സബിന് മാത്രമായിട്ട് പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. പിന്നീട് എന്ന് വെച്ചാൽ ആ ഒരു 4 ചാനൽ കൊടുത്തിട്ട് സബിന് മാത്രമായിട്ട് ഒരു 2 ചാനൽ ആംബ് മോണോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രസമാവും. അപ്പൊ ഇപ്പൊ തന്നെ നമ്മള് കമ്പനി ഇപ്പോ നമ്മുടെ ആംബിന്ന് ഫ്രണ്ട് സ്പീക്കർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബാക്ക് സ്പീക്കേഴ്സ് നമ്മൾ ഡയറക്റ്റ് ഈ വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്പീക്കേഴ്സ് സൗണ്ട് എന്തായിട്ടും കുറവായിരിക്കും. അപ്പൊ സൈലന്റായിരിക്കും. ആ ഒരു സ്പീക്കേഴ്സ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സൗണ്ട് കുറവായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ 4 ചാനൽ ആംബ് വേണമെങ്കിൽ നമുക്ക് 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ട് സബിന് മാത്രമായിട്ട് ഒരു മോണോ ബ്ലോക്ക് 2 ചാനൽ ആംബ് കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ അടിപൊളിയായിരിക്കും. അപ്പൊ അത് പിന്നീട് അടുത്ത ബഡ്ജറ്റിൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഉള്ളിൽ നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ആ ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒടിച്ചാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ലാണ്ട് നോർമലായിട്ട് ടാമ്പിങ് ആർക്കായാലും ടാമ്പിങ് ചെയ്യാം, പക്ഷെ അത് ചെയ്യേണ്ടതായിട്ടുള്ള രീതി ചെയ്താലാണ് നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെയിലുള്ളപ്പോൾ അത് താഴെ കിടക്കും. അപ്പോ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ ക്ലിപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ, വയറിംഗ് ഒക്കെ ക്ലിപ്പ് പിടിച്ചിട്ട് ആ ഒരു ക്ലിപ്പിന്റെ ആ ഒരു ഡാമ്പിങ്ങിന്റെ മുകളിലാണ് ഈ ഒരു വയറിംഗ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത്. ഇനിയിപ്പോ മിറർ ഫോൾഡിങ്ങിന്റെ ആ ഒരു യൂണിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം, ഓട്ടോ മിറർ ഫോൾഡിങ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിലിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇൻഫോർടൈൻമെന്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോ ചെയ്യാനുള്ളത് നമ്മുടെ ഡബിൾ ലെയർ ആയിട്ട് ഈ ഒരു ഏരിയ ഡാമ്പിങ് ചെയ്യാനായിട്ട് അതിന് വേണ്ടി നമ്മൾ സ്പീക്കേഴ്സിന്റെ ആ ഒരു 90 RMS വരുന്ന ആ ഒരു ഉസൈലിന്റെ സ്പീക്കേഴ്സിന്റെ ക്രോസ് ഓവർ കാര്യങ്ങളൊക്കെ വെക്കാൻ പോവാ. ട്യൂട്ടേഴ്സ് ഇനി ഫിറ്റ്മെന്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതോടൊപ്പം സബ് ബൂഫർ വെക്കാൻ പോകുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പൊ ഡിക്കിയിൽ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ തൽക്കാലം നമ്മൾ ഈ ഡിക്കിയുടെ ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഡാമ്പിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വൈബ്രേഷനുകൾ ഒഴിവാക്കുന്നത്, കാരണം വൈബ്രേഷൻ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുടെ തന്നെയായിരിക്കും ആ സാധനം ഡാമ്പിങ് ചെയ്തില്ലെങ്കിൽ. അപ്പൊ അത് ഡാമ്പിങ് എന്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഫ്രണ്ട് സ്പീക്കേഴ്സിന്റെ വയറിങ് ഇപ്പൊ ചെയ്യാണ്. ഇതില് നമ്മൾ സെപ്പറേറ്റ് വയറിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി വയറിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആംബിന്നുള്ള ആ ഒരു സ്പീക്കേഴ്സിന്റെ കണക്ഷൻ മാത്രം, ആ ഒരു വയറിംഗ് മാത്രം ഈ ഒരു പോർഷനിലേക്ക് വലിച്ചിട്ടുണ്ട്. കമ്പനി വയറിംഗ് ടച്ച് വരുന്നതാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഭാവിയിൽ കമ്പനി എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ പറയേണ്ടെന്നുള്ള രീതിയിലാണ് സെപ്പറേറ്റ് വയറിംഗ് നമ്മൾ വലിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീരിയോടെ പരമാവധി എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റീരിയോടെ അവിടെ വയർ കട്ട് ചെയ്തിട്ട് ആംബ് ബൂസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, സെപ്പറേറ്റ് തന്നെയാണ് ആ ഒരു സ്പീക്കേഴ്സ് വയർ വലിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പീക്കേഴ്സ് ആണ് വണ്ടിയിൽ ചെയ്യാനായിട്ട് പോണത്. അത് നമ്മൾ സോൾഡർ ചെയ്ത് ക്ലിപ്പ് അടിച്ച് നമ്മളെ ഷോപ്പിൽ ചെയ്യാറില്ല. സോൾഡർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഗ്ലൂ ഗണ്ണൊക്കെ ചെയ്തിട്ട് ഈർപ്പം തട്ടിയിട്ട് ഈ ഒരു സോൾഡറിങ് ആ ഒരു റസ്റ്റ് വന്നിട്ട് പോകണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യണത്. അതോടൊപ്പം തന്നെ നമ്മളെ ആംബിന്റെ കിറ്റ് നമ്മളെ ബോണറ്റിലേക്ക് വലിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മളെ വയറിംഗ് കിറ്റ് ഒക്കെ പോകാനായിട്ട് ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ നമ്മളെ ബോണറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലെ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ വയറിംഗ് കിറ്റ് വലിക്കാൻ പാടുള്ളൂ. ചില വണ്ടിയിൽ കാണാറുണ്ട് ആംബ് കിറ്റ് നമ്മൾ വേറെ മറ്റു വർക്കിനൊക്കെ വരുമ്പോൾ ആംബ് കിറ്റ് ശരിക്കും പറഞ്ഞാൽ വലിക്കുമ്പോൾ ആ ഒരു ബൂട്ട് വലിച്ചെടുത്തിട്ട് അതിന്റെ സൈഡിൽ കൂടെ ആംബിടുന്നത് ഞാൻ 2-3 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനത്തെ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന്റെ കറക്റ്റ് ആ ഒരു ബൂട്ടിന്റെ സെന്ററിൽ കൂടെ തന്നെ അല്ലെങ്കിൽ വയറിംഗ് കിറ്റ് പോണ സൈഡിൽ കൂടെ തന്നെ ഇടണം. മെയിൻ ആയിട്ട് നമ്മൾ ബൂട്ട് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഇടുമ്പോഴോ ചെറിയ എലികളൊക്കെ കയറിയിട്ട് നമ്മളെ ഉള്ളിലുള്ള വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും. അതാണ് കൂടുതലും. അല്ലാണ്ട് നമ്മളെ വണ്ടിയിൽ എന്തായാലും ഒരു കാരണവശാലും എലി കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ AC-യുടെ ആ ഒരു പുറത്തുനിന്നുള്ള ഒരു സംഭവം ഓണാക്കി ഇട്ടാലും ചെറിയ എലി കയറി കട്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കൂടുതലും സബ് ബൂഫറും അതേപോലെ തന്നെ സെപ്പറേറ്റ് വയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ ബൂട്ട് പുറത്തുകൂടെ തള്ളിയിട്ട് വയറിംഗ് ഇട്ടൊക്കെ ഇടയിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മളിപ്പോ ഹോള് കറക്റ്റ് അല്ലെങ്കിലും സൈഡിൽ കൂടെ കിട്ടി കഴിഞ്ഞാലും എൻജിൻ സൗണ്ട് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മെല്ല് ഇവിടെയുള്ള ഈ ഒരു ബോണത്തിലുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് ബൂട്ട് നമ്മൾ സബ് ബൂഫറും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിന്റെ വയറൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം. അത് വലിയൊരു കുഴപ്പം തന്നെ. അതാണ് ഇത്രയും നീട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറിംഗ് കിറ്റ് ഇടുമ്പോൾ നല്ല ക്വാളിറ്റി വയറിംഗ് കിറ്റ് ഇടാം. ഞാൻ സ്കോഷിന്റെ വയറിംഗ് കിറ്റൊക്കെ ഒരുപാട് വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്കോഷിന്റെ നമ്മൾ ചെയ്യണ ആ ഒരു വയറിംഗ് എന്ന് പറയുകയാണെങ്കിൽ കാണുണ്ടാവും.
ക്യാമറ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഇതാണ് സെപ്പറേറ്റ് ഈ 800 650 750 കിട്ടുന്ന വയറിംഗ് കിട്ടുന്നത്. അപ്പൊ ഇതും നമ്മുടെ സ്കോഷിന്റെ വയറിംഗ് കിറ്റ് കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ റേറ്റ് കുറവാണ്, നമുക്ക് കാര്യം നടക്കും. സബ് വൂഫർ സ്റ്റാർട്ടിംഗ് ഒക്കെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഈ ഒരു സംഭവം ഇതിന്റെ ഉള്ളിൽ കൂപ്പിൽ വന്നിട്ട് സപ്ലൈ 24 മണിക്ക് പോകുന്നതല്ലേ, സപ്ലൈ വന്നിട്ട് ഈ സാധനം കട്ടാവും. അപ്പൊ ഇതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസും കൂടുതലുണ്ടാവും. ആ ഒരു ആംബ് കറക്റ്റ് ആ ഒരു എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ട ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. പക്ഷെ ഇത് ചെയ്യുകയാണെങ്കിൽ ആംബ് നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടൂല. ഇതൊരു 2 മാസം കഴിയുമ്പോഴേക്കും സൗണ്ട് ക്വാളിറ്റി പോകും. അതേപോലെ തന്നെ ഇതിന്റെ സപ്ലൈ കയറി പൂപ്പൽ വന്നിട്ട് ഇത് കട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആംബ് കിറ്റ് ഇടുമ്പോൾ നല്ല ക്വാളിറ്റി ഇടാനായിട്ട് പറയുന്നത്. നമ്മുടെ സ്പീക്കേഴ്സ് ഒക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രാധാന്യമുള്ള സംഭവം തന്നെയാണ് ഇങ്ങനത്തെ സ്പേസർ. ഇത് നോർമൽ സ്പേസർ അല്ല, റെയിൻ ഗാർഡ് ടൈപ്പുള്ള സ്പേസറാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ സ്പീക്കേഴ്സ് ഇതേപോലെ ഈ ഒരു സ്പേസറിൽ നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഡോറിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പൊ ഈ വാട്ടർ സർവീസ് ചെയ്യുമ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ ഈ ഒരു ബീഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു റെയിൻ ഗാർഡ് ഇല്ലാത്ത സ്പേസർ ആണെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്പീക്കേഴ്സിനുള്ളിൽ കയറും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ സ്പീക്കേഴ്സ് കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. വെള്ളം കയറിയാലൊക്കെ ഈ ഒരു സ്പീക്കേഴ്സിന് എന്തായാലും റീപ്ലേസ്മെന്റോ അതേപോലെ തന്നെ സർവീസൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഫിറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ റെയിൻ ഗാർഡ് വെച്ചുള്ള സ്പീക്കേഴ്സിന് ഭയങ്കര രീതിയിലുള്ള പ്രാധാന്യം കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു ഫീൽഡിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായിരുന്ന ഈ ഒരു 7.5 സ്ക്രീൻ ആയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻഫർടൈൻമെന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്പീക്കേഴ്സ് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു മാറുന്നുണ്ടെന്നുള്ളത്, നമ്മൾ ഓസൈലിന്റെ സ്പീക്കേഴ്സ്. അപ്പോൾ ബാക്കിൽ നോർമലാണ്, ബാക്കിൽ ഇൻഫർടൈൻമെന്റ് ഡയറക്റ്റ് ആയിരിക്കും, ബാക്കിയൊക്കെ ആംബിന്നായിരിക്കും. അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു കൺവെർട്ടർ വെച്ചിട്ട് നമ്മളെ ആംബിലേക്ക് സപ്പ് എടുക്കുക, അതേപോലെ തന്നെ നമ്മളെ ആംബ് വർക്ക് ചെയ്ത് സ്പീക്കേഴ്സ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തായിട്ടും നമ്മളെ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്തായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലത്തെ വർക്ക് നമ്മുടെ ഷോപ്പിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിന്റെ കാര്യത്തിൽ ചെയ്യട്ടോ. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തെന്നൊക്കെ എല്ലാം നിങ്ങൾ എന്തെങ്കിലും പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളെ. അപ്പോൾ എന്തായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ വർക്കിനായിട്ട് നമ്മൾ എന്തായിട്ടും ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം.